ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നെല്ലാവരുടെയും വിശേഷം. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്, ലോങ് വീഡിയോസ് കാണാറില്ലല്ലോ, എന്താ ലോങ് വീഡിയോസ് ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര ലോങ് ഒന്നുമല്ല, എന്നാലും ഇച്ചിരി ലോങ് ആണ് കേട്ടോ. കാലത്ത് തന്നെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറത്തോട്ട് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഡേ ടൈം കംപ്ലീറ്റ്ലി ഞാൻ ഫ്രീ ആണ്. ചില ദിവസങ്ങളിൽ നല്ല ക്ഷീണം കാണും, അപ്പം ഞാൻ ക്ഷീണം മാറണ വരെ കിടന്ന് ഉറങ്ങും കേട്ടോ. ഇന്ന് എന്താണോ കുറച്ച് ഉഷാറൊക്കെ ഉണ്ട്. പിന്നെ തക്കുടുവിന് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടൗൺ വരെ പോകണം, കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇത് ലാക്മിയുടെ ഒരു ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേഞ്ചിന് കിട്ടുന്ന നല്ല ഷെയ്ഡ്സ് ഇതിലുണ്ട്, ഒത്തിരി ഉണ്ട്. ഇതൊരു ബ്രൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. നമ്മളെ ഭയങ്കര ബ്രൈറ്റ് ആക്കി വെക്കും കേട്ടോ ഫേസിലിട്ട് കഴിഞ്ഞാൽ. ഞാനിതുപോലെ കട്ടിക്കൊന്നും ഇടില്ല, ചെറുതായിട്ട് ഡോട്ടായിട്ട് കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ. പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി ഈ ഒരു ബോക്സിൽ എന്താണെന്ന് നോക്കാം. എൻ്റെ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും എക്സ്പയർഡായി. അപ്പോൾ ഞാൻ കുറച്ച് നല്ല റിവ്യൂസൊക്കെയുള്ള പുതിയ ഐറ്റംസ് പരീക്ഷിക്കാമെന്ന് കരുതിയത് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ചാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ലാക്മിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് കാണിച്ച് തന്നെ ഞാൻ പല ഷെയ്ഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരെണ്ണം വന്നിട്ടുള്ളൂ. ഇത് മാസിൻ്റെ മസ്കാരിയാണ് കേട്ടോ. ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാനായിട്ട് പോണത്, ട്രൈ ചെയ്തിട്ടില്ല. മുന്നേ മാസിൻ്റെ വേറെ ഏതൊരു റേഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് മക്കളെ. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഈ ഒരു ബ്ലഷ് ഭയങ്കര ഹൈപ്പുള്ളൊരു സംഭവമാണ് ഹിലാരി റോദയുടെ ഈ ഒരു ബ്ലഷ്. കുറേ നല്ല പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ബ്ലഷ് ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ വരും വീഡിയോസിൽ ഇതെങ്ങനെ കൊള്ളാമോ എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇതിൽ കുഞ്ഞൊരു സ്പഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പല ഷെയ്ഡുണ്ട്. ഓറഞ്ച്, ബ്രൗൺ അങ്ങനെയൊക്കെ ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. പിങ്ക്, നമ്മളൊരു പിങ്ക് ഷെയ്ഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു മോയ്സ്ചറൈസറാണ്, ഫേസസ് കാനഡയുടെ. വന്നിട്ട് കുറച്ച് നാളായി ഇവിടെ ഇരിക്കണം, ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡെർമാവൈവിൻ്റെ മോയ്സ്ചറൈസറാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പലതും ഞാൻ മാറി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്തൊരു മോയ്സ്ചറൈസർ നോക്കിയപ്പോഴും നല്ല കുറേ റിവ്യൂസൊക്കെയുള്ള നല്ല ജെനുവിൻ റിവ്യൂസൊക്കെ കണ്ടത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അതും നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഡെയിലി വെയർ ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന്. ഇത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ആണ് കേട്ടോ. ആമസോണിയനാണ് ഞാൻ ഡെയിലി വെയർ ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക്. ഇതുപോലെ തന്നെ കട്ടിയിലൊന്നും ഞാൻ ഇടില്ല, വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്സ് എൻ്റെ കയ്യിൽ കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ, പെട്ടെന്നൊന്നും തീരില്ല, ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് വോയാഗർ എന്ന് പറയുന്ന ഷെയ്ഡാണ്, മെബലൈൻ്റെ തന്നെ. കുളിച്ചാലും തേച്ചാലും മച്ചാലും ഒന്നും ഈ ഒരു സാധനം പോവില്ല കേട്ടോ, എത്ര ഫുഡ് കഴിച്ചാലും പോവില്ല. അത് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി നല്ല എന്താ പറയുക കരിമീൻ ജ്യൂസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു പാടത്തിൻ്റെ സൈഡാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈബ് അടിച്ചിട്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തി ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസ് കുടിക്കാമെന്ന് കരുതിയിട്ട് അവിടെ നിന്നോട്ട്. നല്ല ടേസ്റ്റാണ്, ഇഞ്ചിയും നാരങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്ക് കരിമീൻ ജ്യൂസ് തരൂട്ടാ ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം അത് കുടിച്ചിങ്ങനെ എൻജോയ് ചെയ്ത് നിന്നു. നമ്മളവിടെ വണ്ടി ഇറങ്ങിയപ്പോൾ കുറേ പേര് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കുട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല ഐശ്വര്യം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കമ്മീഷൻ തരണം ചേട്ടാ അതൊക്കെ. ഞങ്ങൾ വന്നപ്പോൾ കുറേ പേര് പിന്നാലെ വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ കഥ പറഞ്ഞൊക്കെ നിന്നു. കാറ്റുണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലടാ, അതുപോലെ കാറ്റാണ്. ഞാൻ വിചാരിച്ചു ഞാൻ പറന്ന് പാടത്തോട്ട് പോകുന്നു, അതുമാതിരി കാറ്റാണ്. എൻ്റെ ഡ്രസ്സൊക്കെ പോകുന്നുണ്ട്, മുടിയും ഒന്നും മെനക്കി കിടക്കണില്ല കേട്ടോ ഈ കാറ്റ് കാരണം. ഇതാണ് നമ്മുടെ സാരഥി, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്കൂട്ടി, ഇലക്ട്രിക് സ്കൂട്ടറാണ് ചേതക്കിൻ്റെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, കാരണം പെട്രോൾ അടിക്കാനായിട്ട് നമുക്ക് കയറേണ്ട ആവശ്യം വരാറില്ല, പെട്രോളിന് കാശ് ചിലവാക്കണ്ട. നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ഓടിക്കാം. ഇടയ്ക്ക് ചെറിയ അങ്ങനെ തട്ടൽ മുട്ടലല്ല, കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഫുൾ ചാർജിൽ നമുക്ക് 4 തവണയൊക്കെ ടൗണിൽ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ 3-3:30-4 മണി ആയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ കുറച്ച് ചാർജ് കുറഞ്ഞപ്പോൾ ഞാൻ കരുതി ഒന്ന് ഫുൾ ചാർജ് ആക്കി എടുക്കാമെന്ന്. 83% ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുൾ ചാർജിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. തക്കുടൂന് എനിക്കും കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതിനിടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ അതേ നമ്മുടെ വണ്ടി ചാർജിലിട്ടിട്ടുണ്ട്, ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഞാൻ വേഗം പോയിട്ട് ഗേറ്റ് അടച്ചു. ആമിക്കുട്ടി ഇവിടെ പുറത്തിറങ്ങി കളിക്കുന്നുണ്ട്. അവൾക്ക് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആൾ ഫുള്ള് പറമ്പിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് അടക്കൂട്ടോ. കാറ്റിൻ്റെ തീവ്രത കാരണം നമ്മുടെ അടയ്ക്കകളൊക്കെ കൊഴിയുന്നുണ്ട്. നല്ല പഴുത്ത അടയ്ക്കകൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ പറമ്പിൽ. അപ്പോൾ ആമിക്കുട്ടി അതൊക്കെ വാരി എടുത്തിട്ട് ഇവിടെ തിണ്ടത്ത് കൊണ്ട് വെക്കുകയാണ്. നിറയെ അടയ്ക്കകളുണ്ട്. ആമിയുടെ പിന്നാലെ ഒരാൾ ഇങ്ങനെ നടക്കണം. അവൾ പറമ്പിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവളുടെ പിന്നാലെ ഇങ്ങനെ ഇറങ്ങി നടക്കൂട്ടോ. എനിക്കും ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ പറമ്പൊക്കെ വിസിറ്റ് ചെയ്യാനും ഓരോന്നും നോക്കി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്മേരെ ഗാർഡനിൽ കണ്ട പുതിയൊരു ഐറ്റമാണിത്. പുതിയ അതിഥിയാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്? എന്താ ഭംഗി. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. നല്ല ലാവൻഡർ കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ. പിന്നെ ഈ ഒരു ചെടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല രസമാണ്. അപ്പോൾ തക്കടും അമ്മയും ഒക്കെ ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ ഇറങ്ങി നടക്കണം കേട്ടോ. ഇത് ബ്രഹ്മിയാണ്. അച്ഛൻ കുറേ കട വെച്ചിട്ടുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു നമ്മുടെ പറമ്പിൽ പുതിയ മുള്ളാത്ത പാകാവാറായിട്ട് നിൽക്കുന്നുണ്ട്, നീ പോയി നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഒരാൾ ഭാരിച്ച പണികൾ മാത്രം എടുക്കുള്ളൂ. അച്ഛൻ പറമ്പിൽ കളച്ച് വെച്ച കൈക്കോട്ടാണ് കേട്ടോ. അത് വല്ല കാലുമൊക്കെ വീണാലോ. ആമീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കണം. എന്താ മീ പൈനാപ്പിളാണോ? ഇത് വലിയ പൈനാപ്പിൾ ചെടിയാ? ആരാ പറഞ്ഞ അമ്മയോട്? പിന്നെ മരം കയറ്റം, അതൊക്കെ നമ്മുടെ മെയിനാണ് കേട്ടോ. അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണം. എനിക്ക് ആമി തെങ്ങുമ്പോൾ ചാടി കയറി കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്നു വെച്ചാൽ ഞാനും തക്കടും ചെറുതായിരുന്ന സമയത്തേ ഉള്ളതാണ് കേട്ടോ ഈ ഒരു തെങ്ങ്. ഇതിങ്ങനെ ചാഞ്ഞ് വളർന്ന് കിടക്കണോണ്ട് തന്നെ ഞങ്ങൾ ഈ ഫുൾ ടൈം ഇതിൻ്റെ പൊക്കത്തായിരുന്നു കയറലും ഇഴുകലും ഇതിൻ്റെ പട്ട പിടിച്ചാടലൊക്കെ. പിന്നെ ആമി കുറേ ജാതിക്കൊക്കെ എനിക്ക് കൊണ്ടെടുത്ത് തന്നു കേട്ടോ കൊഴിഞ്ഞ് കിടക്കണത്. അത് കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടോ. നല്ല കാറ്റ് കാരണം ആകെ വാടി കുറേ എണ്ണം ഇങ്ങനെ കൊഴിഞ്ഞെടുക്കണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ മുള്ളാത്ത. നമ്മുടെ ഇവിടെ ഫസ്റ്റ് ടൈം ഉണ്ടായിട്ടല്ല, 2-3 എണ്ണമൊക്കെ ഉണ്ടായി നമ്മൾ കഴിച്ച് ചെറിയൊരു പുളിപ്പും മധുരമൊക്കെയുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. എനിക്ക് നല്ല രസമില്ല ഇതൊക്കെ കാണാനായിട്ട്. ഇത് അവസാനത്തെയാണ് കേട്ടോ. ഈ വട്ടത്തെ അവസാനത്തെ നമ്മുടെ മുള്ളാത്തിയാണ്. പാകമായിട്ടില്ല അല്ല ആമി? അതിൻ്റെ ഫ്ലവർ കണ്ടോ അവിടെ? 2 നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഉണ്ടാവും. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. വേറെ കാര്യമായിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ചെറിയ ചെറിയ മൊമെന്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.